ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2210. ഇന്ന് ജനുവരി മാസം 18-ാം തീയതി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ദനഹ പെരുന്നാളിനെ തുടർന്ന് രണ്ടാമത്തെ ഞായറാഴ്ച. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. അവിടെയും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു ശിഷ്യരെ ശേഖരിക്കുകയാണ്, കണ്ടെത്തുകയാണ്, വിളിച്ച് കൂട്ടിച്ചേർക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ വേദഭാഗത്തിൽ അന്ത്രയോസിനെയും സഹോദരനായ അനുജനായ ശമോവിനെയും ജ്യേഷ്ഠാനുജന്മാരായ സബദിയുടെ മക്കളും കൂടിയായ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടെത്തിയെങ്കിൽ ഇന്ന് ഫിലിപ്പോസിനെയും അതേ തുടർന്ന് നഥാനിയേൽ അല്ലെങ്കിൽ ബർത്തുൽമായി ഒരാളാണ്. ആ രണ്ട് ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കുന്നതാണ്. വ്യക്തിപരമായി ക്രിസ്തുയേശു ആദ്യം ഒരാളോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് ഈ ഫിലിപ്പോസിനോടാണ്. എന്നെ അനുഗമിക്കുക, അതൊരു പുതിയ ക്ഷണമാണ്. നീ എന്നെ അനുഗമിക്കുക. ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യരായി മാറേണ്ട നമ്മൾ ഓരോരുത്തരോടും ക്രിസ്തുയേശു ഇത് പറയുന്നുണ്ടാവും, നീ എന്നെ അനുഗമിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാണോ എന്നൊരു ചോദ്യം സ്വയം ഒന്ന് ചോദിക്കേണ്ടതാണ്. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ആരാധന. അവനെ അനുഗമിക്കാനായിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഒന്ന് തയ്യാറാവുന്നുണ്ടോ? അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണോ ഞാൻ ഇപ്പോഴെങ്കിലും? അങ്ങനെ ഒന്ന് ഒരുങ്ങണമെന്നൊരു വിചാരമെങ്കിലും ഉണ്ടോ? അങ്ങനെ ആളാമ്പ്രതയുള്ള ഒരു സുവിശേഷകനായി, അതായത് വ്യക്തിപരമായി ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ ആളുകളെ ശേഖരിക്കുന്ന ആളായി പതിയെ ഈ ഫിലിപ്പോസ് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ മുന്നമേയുള്ളൊരു മാതൃക അന്ത്രയോസാണ്. അനുജനായ ശമോവനെ കൂട്ടിക്കൊണ്ടു പോയതായിട്ട് വേദം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പോസ് തൻ്റെ സ്നേഹിതനായ നഥാനിയേലിനെ കണ്ടെത്തിയിട്ട് അവനോട് പറയുക, നീയും വരിക, വന്ന് കാണുക. എന്തുമാത്രം ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടിയാണ് ക്രിസ്തുയേശു ഏൽപ്പിച്ച ഉത്തരവാദിത്വമൊക്കെ ഇവരോരോരുത്തരും നിർവഹിച്ച് മാതൃകയായി മാറുന്നത്. കുറെ കൂടി ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിപ്പാനായിട്ട് നമുക്കും ഒരു തീരുമാനമൊക്കെ എടുക്കാവുന്നതാണ്, വളരെ വളരെ വൈകിയെങ്കിലും. ക്രിസ്തു മൂല്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. അതാണ് തുടക്കം. അത് പതിയെ പതിയെ അല്പം അവനൊരു ജീവിതത്തിൽ ഒന്ന് പകർത്താനായിട്ട് കൂടി ശ്രമിച്ചാൽ എന്തുമാത്രം അഴകുണ്ടാവും നമ്മുടെ ജീവിതത്തിന്, എന്തുമാത്രം ആഴമുണ്ടാവും. ആമേൻ.